നമസ്കാരം. അഭിയാൻ തതു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതാനും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ കണ്ടുവരുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നല്ല പരിപ്പ് പ്രഥമനാണ്. കല്യാണത്തിനെല്ലാം കിട്ടുന്ന സദ്യയിലൊക്കെ കിട്ടത്തില്ലേ, അതേ ടേസ്റ്റുള്ള പ്രഥമനാണ്. ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. വീഡിയോന് മുന്നിൽ വരാത്തതുകൊണ്ട് കൈ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അമ്മ പറഞ്ഞാൽ എൻ്റെ കൈ കാണിച്ചോ എന്നെ കാണിക്കണ്ടത്, അമ്മേൻ്റെ കൈ മാത്രമേ കാണുള്ളൂ കേട്ടോ. നല്ല സൂപ്പർ പ്രഥമനാണ് കേട്ടോ. അതുമല്ല പണ്ട് അച്ഛൻ കല്യാണത്തിനെല്ലാം സദ്യ ഉണ്ടാക്കാൻ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ വീട്ടിലെല്ലാം വെക്കുന്ന കണ്ട് പഠിച്ചതാണ് അമ്മ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ്. സദ്യയിൽ അതേ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി വീഡിയോ ആയി കണ്ടോളൂ കേട്ടോ. നമ്മൾ പരിപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അത്രയും ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെക്കണം. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇട്ടിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ ഉണ്ടാവും. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് നല്ലോണം വറുത്ത് കൊടുക്കാം. ഇത്രയും മൂക്കണം കേട്ടോ. ഇത്രയും മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതുപോലെ കളറ് വരണം കേട്ടോ. ലൈറ്റ് കളറ് വരണം. ഇത് നമുക്കിനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് കേട്ടോ മാറ്റി കൊടുക്കണം. അതിനെല്ലാം തുടച്ചിട്ട് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നല്ലവണ്ണം മൂക്കണം കേട്ടോ. നല്ല പായസം ഇച്ചിരി കടിക്കാനൊക്കെ കിട്ടത്തുള്ളൂ. സദ്യയിലുണ്ടാകുന്ന പ്രഥമൻ അതുപോലെയല്ല. അപ്പോൾ അതുപോലെ കടിക്കാൻ കിട്ടണമെങ്കിൽ ഇങ്ങനെ മൂപ്പിക്കണം കേട്ടോ. നല്ല മൂക്കനെയാണ് വറുത്തിന്. അങ്ങനെ നല്ല കളറ് വരുന്ന പോലെ വറുത്തെടുത്താണ് നമ്മളെ കല്യാണത്തിനെല്ലാം ഉണ്ടാക്കുന്ന അതേ പ്രഥമൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വീണ്ടും അതേ അളവിൽ ചെറുപയർ പരിപ്പെടുത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വീണ്ടും അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിൽ വറുത്തെടുക്കാം. മറ്റേതുപോലെ അത്രയും മൂപ്പിക്കണ്ട കേട്ടോ. ഇത് ലൈറ്റായിട്ട് വറുത്തെടുത്താൽ മതി. കുറച്ച് മൂട്ടാൽ മതി, അത്രയും മൂക്കണ്ട. ഇതിന് ഞാൻ ഇത്രയും തേങ്ങയാണ് കേട്ടോ എടുക്കുന്നത്. ഇതൊരു മുറി 2.5 തേങ്ങ. ഇത് ചെറുതാട്ടോ. ഇത്രയും എടുക്കുന്ന ചിരക പാലെടുക്കാം നമുക്ക്. ഇതുപോലെ ഞാൻ ആ പരിപ്പ് 2 മിക്സ് ചെയ്തിട്ട് ഒരു കുക്കറിലാണ് എടുത്തത്. ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം വേണം കേട്ടോ. ഇത്രയും വെള്ളം വേണം. കുറച്ചും കൂടെ വയ്ക്കാം കേട്ടോ. കുറച്ചും കൂടെ മുങ്ങട്ടെ മൊത്തം. കുറച്ചും കൂടെ വയ്ക്കാം. ഇത്രയും വേണം കേട്ടോ. ഇത്രയും വെള്ളം എടുത്ത് നമുക്ക് ഇത് വേവിക്കണം. വേവട്ടെ കേട്ടോ. 2 വിസിൽ മതി കേട്ടോ. 2 വിസിൽ അടുപ്പിക്കാം നമുക്ക്. തേങ്ങ ഇത്രയും ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ
പിന്നീട് നമുക്ക് പാലെടുക്കാം. ഇതുപോലെ അമ്മ നല്ല തേങ്ങാപ്പാൽ നല്ലോണം പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ പരിപ്പ് വെന്തോ നോക്കാം കേട്ടോ. 2 വിസിലാണ് ആക്കിയിരുന്നത്. പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് പോകണം കേട്ടോ. അതുപോലെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതുപോലെ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1-ാം പാലാണ് കേട്ടോ. ഇത് 2-ാം പാലും ഇത് 3-ാം പാലുമാണ് കേട്ടോ. ഇങ്ങനെ 3 പാല് എടുത്ത് വെക്കണം. ഇതുപോലെ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ മൊത്തം എടുത്തിട്ടില്ല, 2-3 എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പാവാക്കാം. ഇത് ശർക്കര നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കല്ലോ പൂഴിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഞാൻ അരിപ്പ വെച്ചിട്ട് നല്ലപോലെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. എന്നിട്ട് നമുക്ക് നല്ല പോലെ വരട്ടിയെടുക്കണം കേട്ടോ. ശർക്കരയിൽ ഈ പാവിൽ നമ്മുടെ ചെറുപയർ പരിപ്പ് നല്ല പോലെ വരട്ടിയെടുക്കും. ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വറക്കുന്നുണ്ട്. നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3-ാം പാൽ ഒഴിക്കണം കേട്ടോ. ഇതിലേക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഒന്ന് ചൂടായിട്ടാകുമ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്ത് നല്ലോണം തിളക്കണം കേട്ടോ. തിളക്കണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഇത് 1-ാം പാലില്ലേ, അതിലേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ പൊടി നല്ലോണം 1-ാം പാലിൽ മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ 1-ാം പാല് ചേർത്ത് കൊടുക്കുക. ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ 1-ാം പാല് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. എന്നിട്ട് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ആ ചൂടിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. ഒരു പാത്രത്തിൽ ഞാൻ ഉണക്ക കൊപ്രയാണ് കേട്ടോ. അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ നെയ്യുണ്ട്. നന്നായി വരട്ടെ കേട്ടോ. ഫ്രൈ ആയി വരട്ടെ. ബ്രൗൺ കളറായി വന്നിട്ട് നമുക്ക് പാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാം കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് വഴറ്റിയിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ.
ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ എല്ലാ പായസത്തിലും ചേർക്കുന്നതാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് നമ്മുടെ സ്വീറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി പായസം റെഡി. നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റിയായ ചെറുപയർ പ്രഥമൻ റെഡിയായ കേട്ടോ. പറഞ്ഞില്ലേ, വെറുതെ പറയുന്നില്ല കേട്ടോ. കല്യാണ സദ്യയിൽ കിട്ടുന്ന ഈ സദ്യയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ചെറുപയർ വറക്കുന്നതെല്ലാം അതന്നെ അതുപോലെ ചെയ്താൽ കൃത്യമായിട്ട് സൂപ്പറായിട്ടുള്ള ചെറുപയർ പ്രഥമൻ റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഇത് എനിക്ക് അധികം ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാനത് അമ്മ ഉണ്ടാക്കി തരാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.